ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാന്റെ മേലുള്ള അമേരിക്കയുടെ ഭീഷണിയെ മറികടക്കാൻ പുതിയ മാർഗങ്ങൾ തേടുകയാണ് അവരിപ്പോൾ. യൂറോപ്യൻ യൂണിയന് ഇളവുകൾ നൽകിയും ഇറാന്റെയും യൂറോപ്പിന്റെയും വികസന നീക്കങ്ങളിൽ പങ്കാളികളാക്കിയും പുതിയ ആർട്ടിഫിഷ്യൽ ടെക്നോളജികളെ പരസ്പരം പങ്കുവെച്ചും അമേരിക്കൻ അമരത്വത്തിന്റെ ചരടുകൾ പൊട്ടിച്ചുള്ള പുതിയ നീക്കമാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. യൂറോപ്യൻ ഇക്കണോമിക് യൂണിയൻ പ്രധാനമന്ത്രിമാരുടെ യോഗത്തിലും 2025 അൽമാറ്റി ഡിജിറ്റൽ ഫോറത്തിലും പങ്കെടുത്ത് ഇറാനിയൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ ആരിഫ് വ്യാഴാഴ്ച കസാക്കിസ്ഥാനിൽ നടന്ന യോഗത്തിൽ മുന്നോട്ട് വെച്ച ആശയത്തിൽ യൂറോപ്യൻ യൂണിയൻ അതീവ സന്തുഷ്ടരാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അമേരിക്കയെ പോലും ഞെട്ടിച്ച തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. വെള്ളിയാഴ്ചയായ ഇന്നലെ അൽമാറ്റി ഡിജിറ്റൽ ഫോറത്തിൽ സംസാരിച്ച ആരിഫ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉയർന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഇറാനുമായി സംയുക്ത ഡിജിറ്റൽ AI ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ സഹകരിക്കാൻ തയ്യാറാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്പദ് വ്യവസ്ഥ ഈ അംഗരാജ്യങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് സംയുക്ത ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങളുടെയും വികസനത്തിൽ ഒരുമിച്ച് സഹകരിക്കുക, ഡിജിറ്റൽ സാമ്പത്തിക മേഖലയിൽ സംരക്ഷണം വികസിപ്പിക്കുക തുടങ്ങിയ കരാറുകളാണ് യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് ഇറാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇറാന്റെ നിർദ്ദേശങ്ങളിൽ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങൾ ബന്ധിപ്പിക്കുക, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ നിയമങ്ങൾ സംയോജിപ്പിക്കുക, നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, അതിലുപരി റഷ്യയും ചൈനയും കൊറിയയുമൊക്കെയായി യൂറോപ്പിലെ ചെറു രാജ്യങ്ങളെ ഘടിപ്പിച്ചുള്ള പാലമായി വർത്തിക്കാൻ ഇറാന് കഴിയുമെന്നും അതിലൂടെ അമേരിക്കയ്ക്ക് പകരമായുള്ള ശക്തിയായി ഒന്നിച്ചു നിൽക്കാനും കഴിയും എന്നുള്ള സന്ദേശം യൂറോപ്യൻ യൂണിയനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അതിലെടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് യൂറോപ്പും പലപ്പോഴും വലിയ വില നൽകേണ്ടി വരികയാണ്. തന്നെയുമല്ല, ഇസ്രായേലിൻ്റെ മേൽ അമേരിക്കയ്ക്കുള്ള താല്പര്യം യൂറോപ്പിന് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്നത് ഒരു തെമ്മാടി രാഷ്ട്രമാണ്. അവരെ യൂറോപ്പ് എന്തിന് പരിഗണിക്കണം? യൂറോപ്പിന് വേണ്ട വിഭവങ്ങൾ മുഴുവൻ ഏഷ്യയിലാണുള്ളത്. തന്നെയുമല്ല, ലോകത്തിൽ ചൈന, റഷ്യ, കൊറിയ, ഇറാൻ, ഇന്ത്യ ഉൾപ്പെടുന്ന 70% ശക്തിയും ഏഷ്യയിലാണുള്ളത്. എന്നിട്ടും അമേരിക്കയ്ക്ക് കപ്പം കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് യൂറോപ്യൻ യൂണിയൻ ഉള്ളത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു പുതിയ നേതൃത്വം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഇറാനും യൂറോപ്യൻ യൂണിയനും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് എന്നാണ് ആരിഫ് ഇവരെ ബോധിപ്പിച്ചത്. തന്നെയുമല്ല, അതിനായി ഞങ്ങളുടെ ടെക്നോളജികളും ആയുധ വിപുലീകരണവും ആണവ റെഫ്യൂജികളുടെ സാങ്കേതികത്വങ്ങളും യൂറോപ്പുമായി പങ്കുവെക്കാനും തയ്യാറാണെന്ന് ഇറാൻ ഇവരെ അറിയിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് വശപ്പെടാത്തവരെല്ലാം തീവ്രവാദ പട്ടികയിൽപ്പെടുത്തുന്ന തന്ത്രമാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. അതാണ് യഥാർത്ഥ തീവ്രവാദം. ലോകത്തു നിന്നും തീവ്രവാദം തുടച്ചു നീക്കേണ്ടതുണ്ട്. അമേരിക്കൻ ആധിപത്യത്തെയും അധികാര ദണ്ഡിനെയും മറികടന്ന് യൂറോപ്യൻ യൂണിയനെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഇറാന്റെ നീക്കം ലോകത്ത് പുതിയ യുഗത്തിന് കാരണമാക്കും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒരു പുതിയ ഡിജിറ്റൽ വ്യാവസായിക യുഗത്തിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കാൻ ഇറാനും മേഖലയിലെ മറ്റു രാജ്യങ്ങളും സഹകരിക്കേണ്ട സമയമാണിതെന്ന് പറഞ്ഞ ആരിഫ് വളർന്നു വരുന്ന ഇസ്രായേൽ ഭീഷണികളെ ചെറുക്കേണ്ടതുണ്ടെന്നും അവരെ അറിയിച്ചിരിക്കുകയാണ്. ഈ കൂട്ടായ്മ ഇനിയുള്ള കാലങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ഭീഷണിയായിക്കൊണ്ട് വളർന്നു വരും എന്നുള്ള കാര്യം തീർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.